ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. ഓഫ്ലൈൻകാർ എഴുതിയതാണിത്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ ഇന്നലെ വന്ന ഓഫ്ലൈൻ ക്ലാസ്സുകാരുടെ കാര്യമാണ് പറയുന്നത്, ബാക്കിയുള്ളവരെല്ലാം എഴുതണം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരി സ്ട്രെയിറ്റ് കണ്ടക്ടർ സ്ട്രെയിറ്റ് കണ്ടക്ടർ ബ്രാക്കറ്റില് സ്ട്രെയിറ്റ് വയർ കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് വയർ. ഓക്കെ, അപ്പം ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് around a straight current carrying conductor are concentric circle whose center lies on the wire. ഇതാണ് ആദ്യത്തെ പോയിന്റ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അതിനകത്ത് നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ അത് പറയുന്നുണ്ട്, കറണ്ടിനകത്തൂടെ അല്ലെ ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി, അതിന്റെ ആപ്ലിക്കേഷൻ മാത്രം പഠിച്ചാൽ മതി. പക്ഷെ നമ്മൾ അതിനു മുമ്പ് ഒരു മാഗ്നറ്റ് എന്താണെന്നും മാഗ്നറ്റിന്റെ ഫീൽഡ് എന്താണെന്നും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്നും അതിന്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ഒരു പോയിന്റ് നമ്മൾ ഇങ്ങനെ എഴുതി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. അങ്കിത് ഇത് എഴുതിയതാണ് ഇന്നലെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് are circular in nature. അൽവിന ഒക്കെ കയറിയിട്ടുണ്ടോ? അൽവിന പ്രസീദ് കയറിയിട്ടുണ്ടോ? പ്രസീദ് ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സർക്കുലർ ഇൻ നേച്ചർ. അത് നമ്മൾ ഇന്നലെ എഴുതിയതാണ്, ഓൺലൈൻകാർ എഴുതിയെടുക്കുക. ഇനിയും the magnitude of magnetic field is produced by a straight current carrying wire at a given point is ഒന്നെന്ന് എഴുതിയിട്ട് directly proportional to current passing through the wire രണ്ടെന്ന് എഴുതിയിട്ട് inversely proportional to the distance of that point
distance of that point from the wire, from the wire, from the wire. ഒന്നുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളൊരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിനകത്തൂടെ നമുക്കത് പടവും കൂടെ വരയ്ക്കാം. പടവും കൂടെ വരച്ചിട്ട് പറഞ്ഞുതരാൻ നോക്കിക്കോളൂ. ഞാൻ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് എൻ്റെ ഇവിടെ വെച്ചിരിക്കുകയാണ്, ബാറ്ററിയുടെ നെഗറ്റീവ് എൻ്റെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തു. എന്നിട്ട് അതേ കൂടെ ഒരു വയർ കണക്ഷൻ എടുത്തു. എന്നിട്ട് ആ വയർ കണക്ഷൻ എടുത്തിട്ട് ഞാൻ എ ബി എന്ന് പറയുന്നൊരു കണ്ടക്ടർ ഉണ്ടായിരുന്നു. ആ എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ അറ്റത്ത് എ എന്ന് പറയുന്ന സൈഡിലും ഇപ്പുറത്തുനിന്ന് കണക്ഷൻ എടുത്തിട്ട് ബി എന്ന് പറയുന്ന സൈഡിലും കൊണ്ട് കണക്ട് ചെയ്തു. ബി എന്ന് പറയുന്ന സൈഡിലും കൊണ്ട് ആ ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് നെഗറ്റീവ് എന്ന് വെച്ച് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ പോസിറ്റീവ് നെഗറ്റീവിലോട്ടാണ് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ കറണ്ട് ഇതുവഴി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഈ കണ്ടക്ടറിന് അടുത്തൂടെ താഴോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അയ്യോ ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു കാര്യം കൂടെ, ഒരു ഡോട്ട് ഇട്ടിട്ട് പടം വരച്ചാൽ മതി. ഡോട്ട് ഇട്ടിട്ട് പടം വരച്ചാൽ മതി. അല്ല, ഒരു പോയിന്റ് കൂടെ എഴുതിയിട്ട് പടം വരച്ചാൽ മതി. എഴുതിക്കോളൂ, ഒരു പോയിന്റ് ഇട്ടിട്ട് ഒരു കാര്യം കൂടെ എഴുതിയിട്ട് വരച്ചാൽ മതി. direction of magnetic field, direction of magnetic field produced by a straight current carrying conductor, is given by right hand thumb rule. എന്നിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് എഴുതിയിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് എഴുതാൻ പോവാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനെ പറ്റി എഴുതാൻ പോവാണ്. Imagine that you are holding a current carrying straight conductor in your right hand such that thumb points towards the direction of current. The finger that wrap around ആണ് wrap around the conductor gives the direction of magnetic field. Around the conductor. This rule is known as Maxwell's right hand thumb rule. Right hand thumb rule, or Maxwell's corkscrew rule. ഇവിടെ വരെയായിരുന്നു ഇതിൽ ഓഫ്ലൈൻ കാര്യം പഠിപ്പിച്ചത്. ആ പടവും കൂടെ വരച്ച് കാണിക്കാം, എന്നിട്ട് നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് കയറാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് റെക്കോർഡഡ് ക്ലാസ് മേടിക്കുക, അല്ലെങ്കിൽ നാളെ ക്ലാസ് വെച്ചിട്ടുണ്ട്, നാളെ ക്ലാസ് വെക്കുന്നുണ്ടോ ഓഫ്ലൈൻ ക്ലാസ്സുകാർക്ക് വരുമ്പോൾ ചോദിക്കുക. ഓക്കെ, ഞാൻ ഇപ്പൊ ഇത്ര എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഇത് എഴുതിയെടുക്കാത്തവരെല്ലാം എഴുതിയവരെല്ലാം ഒന്ന് ആൻഡ്രൈസ് ചെയ്ത് പെട്ടെന്നാട്ടെ. ഇത്ര എഴുതിയെടുത്തവരെല്ലാം ഒന്ന് ആൻഡ്രൈസ് ചെയ്ത്
പെട്ടെന്ന് ഓക്കെ. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇനി ശ്രദ്ധിച്ചോളൂ. നമ്മള് ഞാൻ ഒരു ബാറ്ററി എടുക്കുന്നു. നമുക്കറിയാം ബാറ്ററിക്ക് ഒരു പോസിറ്റീവ്, ഈ പടം വരയ്ക്കേണ്ടതാണ്. ഓഫ്ലൈൻ ഇന്നലെ ക്ലാസ്സിന് വന്നവരെല്ലാം ഈ പടം വരച്ചാണ്, ഇവിടെ വരെയായിരുന്നു വരച്ചത്. ഒരു ബാറ്ററി എടുക്കുന്നു. ആ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ്, വലിയ ടെർമിനൽ പോസിറ്റീവും ചെറിയ ടെർമിനൽ നെഗറ്റീവ് ആണ്. ഞാൻ ഈ ബാറ്ററിയുടെ ആ പോസിറ്റീവ് എന്ന് ഒരു വയർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ഇടുന്നു. നെഗറ്റീവ് എന്ന് ഒരു വയർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ഇടുന്നു. ഓക്കെ ആണോ? ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ ഇടുന്നു. ഓക്കെ. ആ കണക്ഷൻ ഞാൻ കൊണ്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിലോട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിലോട്ട്. നമുക്കറിയാം ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും കറണ്ട് പോകുന്നത്. അപ്പൊ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കണ്ടോ, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കറണ്ട് പോകുന്നുണ്ടാവുക. ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കറണ്ട് പോകുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ തമ്പ് റൂൾ വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കോണം. നിങ്ങൾ തമ്പ് റൂള് നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഇതുവഴി ഒരു ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിനെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയെന്ന് വിചാരിച്ചു. ഇത് കറണ്ട് ക്യാരിയും കണ്ടക്ടർ. അപ്പൊ കറണ്ട് ക്യാരിയും കണ്ടക്ടറിന്റെ ഇതുവഴി ഈ കണ്ടക്ടറിന്റെ കറണ്ട് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ കണ്ടക്ടറിനെ എന്ത് ചെയ്യാന്നറിയോ, നിങ്ങളുടെ വിരൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്കകത്ത് ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ, ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ കണ്ടോ, ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ഒന്നാമത്തെ വിരല്, രണ്ടാമത്തെ വിരല്, മൂന്നാമത്തെ വിരല്, നാലാമത്തെ വിരല്, കണ്ടോ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ കറണ്ട് മുകളിലോട്ട് ആയതുകൊണ്ട് തമ്പ് മുകളിലോട്ട് പിടിക്കണം. അപ്പൊ തമ്പിന്റെ ഡയറക്ഷൻ കറണ്ടിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കും. ബാക്കി ഈ ചുറ്റുന്ന കണ്ടോ, ഈ ചുറ്റുന്ന ഈ വിരൽ, ബാക്കിയുള്ള വിരല് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറണ്ട്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടത്തി വിട്ടു കഴിഞ്ഞാൽ അതിന് ചുറ്റിനും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രിക് സർക്കിൾസ് ആണെന്ന് പറഞ്ഞത്. കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഇങ്ങനെ, അടുത്ത സർക്കിൾ ഇങ്ങനെ, അടുത്ത സർക്കിൾ ഇങ്ങനെ, അടുത്ത സർക്കിൾ ഇങ്ങനെ, അടുത്ത സർക്കിൾ ഇങ്ങനെ. ഇതിനെയാണ് നിങ്ങൾ കുളത്തിലോട്ട് ഒരു കല്ല് എടുത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉണ്ടാകുന്നത്, അത് കോൺസെൻട്രിക് സർക്കിളാണ്. അങ്ങനെയായിരിക്കും ഇതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പം ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള റൂളാണ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ മുകളിലോട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ടക്ടറിനെ ഇങ്ങനെ പിടിക്കണം. അപ്പൊ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടോ, നിങ്ങളുടെ ബാക്കിയുള്ള 4 വിരലുകളുടെ ഡയറക്ഷൻ ഇങ്ങനെ. അതായത് ഈ ഡയറക്ഷൻ എന്താ, ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇനി കറണ്ട് താഴോട്ടാകുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് താഴോട്ടാകുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ തമ്പ് താഴോട്ട് പിടിക്കണം. അപ്പൊ നിങ്ങളുടെ തമ്പ് തന്നെ ഇങ്ങനെ വരും, അല്ലേ? ഇങ്ങനെ വരും തമ്പ് ഇങ്ങനെ. ബാക്കി ഉള്ള വിരലുകൾ ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും തമ്പ് നിങ്ങൾ പിടിക്കുന്നത്, ശരിയല്ലേ? ബാക്കിയുള്ള ഇങ്ങനെയായിരിക്കും പിടിക്കുന്നത്. അപ്പം ഈ ഡയറക്ഷനിലായിരിക്കും കാണുന്നത്. അപ്പൊ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ അത് നമ്മൾ ഇവിടെ വരച്ച് കാണിക്കാനായിട്ട് പോവാണ്. അതായത് നിങ്ങൾ നോക്കിയോ, ഞാൻ ഈ സ്ക്രീനകത്ത് കാണിക്കാം. ഇവിടെ എന്റെ ഇത് നോക്കിയോ, ഇത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. കറണ്ടിന്റെ നിബ് മുകളിലോട്ട് പോകുന്നു. അപ്പം കറണ്ട് മുകളിലോട്ട് പോകുന്നതായിട്ട് നമ്മൾ എടുക്കുന്നു. ഇതിനെ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ തമ്പ് മുകളിലോട്ട്, ബാക്കിയുള്ള വിരൽ ഇങ്ങനെ കറങ്ങും. അതുകൊണ്ട് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറങ്ങുന്നത്. ഇനി ഇത് നേരെ തിരിച്ചു, കണ്ടക്ടറിന്റെ കറണ്ട് നേരെ താഴോട്ട് പോകുന്നു. താഴോട്ട് പോകുമ്പോൾ ഞാൻ നേരെ തമ്പ് തന്നെ ഇങ്ങനെ തിരിച്ചു പിടിക്കണം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഈ ബാക്കിയുള്ള വിരൽ തന്നെ ഇങ്ങനെ കണ്ടോ, ഈ ഡയറക്ഷനാണ് കറങ്ങുന്നത്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പേന പിടിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇത് വരച്ച് കാണിക്കാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ബാറ്ററി എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയുടെ എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവിലായിട്ടായിരിക്കും കറണ്ട് പോകുന്നത്. അപ്പൊ കറണ്ട് താഴോട്ടാണെങ്കിൽ തമ്പ് തിരിച്ചാ പിടിക്കേണ്ടത്. തമ്പ് ഇങ്ങനെ പിടിക്കേണ്ടത്. തമ്പ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നു. ബാക്കിയുള്ളവരുടെ തന്നെ ഇങ്ങനെയാണ്, ഇങ്ങനെ ചുറ്റി വരും കണ്ടോ, ഇങ്ങനെ വരും. ഓക്കെ. അങ്ങനെ വരുമ്പോഴത്തേക്കും നോക്കിയേ, കോൺസെൻട്രിക് സർക്കിൾ ആണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. കോൺസെൻട്രിക് സർക്കിൾ ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ വരും നോക്കിയോ, കോൺസെൻട്രിക് സർക്കിൾ ആണ്. അപ്പം ഇങ്ങനെ വരയ്ക്കാം. അതായത് ഒരു സർക്കിൾ ഇങ്ങനെ, അടുത്ത സർക്കിൾ ഇങ്ങനെ, അടുത്ത സർക്കിൾ തന്നെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വരും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടോ, തിരിച്ച്, അതായത് എങ്ങനെയാ, താഴോട്ട് വരുമ്പോഴത്തേക്കും ഈ ഡയറക്ഷൻ കണ്ടോ, ഈ ഡയറക്ഷൻ ഇങ്ങനെ വരും. ഇങ്ങനെ ഈ സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ, ഇത് ഏത് ഡയറക്ഷനാ? അപ്പൊ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഞാൻ എങ്ങനെയാണോ, ഞാൻ ചിലപ്പോൾ ബാറ്ററി തിരിച്ചായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകാരുടെ കേസിൽ ഞാൻ കൊടുത്തത്. ചിലപ്പം ഇങ്ങനെ തന്നെയാണോ കൊടുത്തത്? സായി ഒന്ന് പറയാമോ? ഓക്കെ. അപ്പൊ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ് ആണോ ആദ്യം കൊടുത്തത്?
ആണോ സായി? ആണോ? വേറെ ആരെങ്കിലും പറഞ്ഞേ? ആണോ രോഹിത്തെ? ഓക്കെ, ഇനിയും ഇതേപോലെ തന്നെ ഇത് നിങ്ങൾ വരയ്ക്കേണ്ട പടമാണ്. അതേപോലെ തന്നെ അടുത്ത പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ബാറ്ററി നേരെ തിരിക്കുന്നു. നെഗറ്റീവ് ഇവിടെയും പോസിറ്റീവ് ഇവിടെ ആക്കുന്നു. നെഗറ്റീവ് എന്നൊരു കണക്ഷൻ ഇങ്ങോട്ടും പോസിറ്റീവ് എന്നൊരു കണക്ഷൻ ഇങ്ങോട്ടും കൊടുക്കുന്നു. ആ കണക്ഷൻ നേരെ കൊണ്ട് കണക്ട് ചെയ്യുന്നത് എന്താണ്? എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിലോട്ടാണ്. ഓക്കെ, പക്ഷെ ഇപ്പം കറണ്ട് എങ്ങനെയാ പോകുന്നത്? ഇപ്പൊ കറണ്ട് ബാറ്ററി നേരെ തിരിച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ കറണ്ട് പോകുന്നത് ഇതിപ്പോ എ ബി എന്ന് പറയുന്ന കണ്ടക്ടറാണ്. ഇപ്പൊ കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. അപ്പൊ ഇവിടെ താഴെ നിന്ന് മുകളിലോട്ടാണ് പോകുന്നുണ്ടാകുക. അപ്പം നിങ്ങളുടെ തമ്പ് എങ്ങനെ പിടിക്കണം? തമ്പ് മുകളിലോട്ട് പിടിക്കണം. അപ്പൊ തമ്പ് മുകളിലോട്ട് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നിങ്ങളുടെ തമ്പ് ഇങ്ങനെ പിടിക്കുന്നു. ബാക്കിയുള്ള വിരലുകൾ ഉണ്ടോ ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. കണ്ടോ? നഖം ഇപ്പുറത്തെ സൈഡിലായിട്ട് വരുന്നു. കണ്ടോ? അപ്പം ഇവിടുത്തെ കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് നോക്കി, ഇവിടുത്തെ കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. ഒരു സർക്കിൾ വേണ്ടി ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് കോൺസെൻട്രിക് സർക്കിൾ ഫസ്റ്റ് ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ. കണ്ടോ? ഇങ്ങനെ പോകുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താ? ഇവിടെ മുകളിലോട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പം കറണ്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? വേണ്ട, ഈ ഡയറക്ഷനിൽ. കണ്ടോ? ഈ സൈഡിൽ ഇങ്ങോട്ടും അതേപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങോട്ടും. അപ്പം ഇത് ഏത് ഡയറക്ഷനാ? ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് കാര്യം. അപ്പം ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈ വിരലൊന്നും വരയ്ക്കണ്ട കേട്ടോ. വിരൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ ഈ പടം മാത്രം വരച്ചാൽ മതി. Direction of magnetic field is in clockwise direction. Anti-clockwise. Is in anti-clockwise direction. എല്ലാരും ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് ഇത് ഈ കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ മുതൽ അങ്ങോട്ടേക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാരോടും പേഴ്സണലി ചോദിക്കാൻ പോവാണ്. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം. അതായത് ആരും ഓക്കെ ആണോ മോനെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഏബൽ ഓക്കെ ആണോ? ഏബൽ? ഓക്കെ സാർ. ഓക്കെ. അഭിനീത് ഓക്കെ ആണോ? ഓക്കെ. അക്ഷിത? ഓക്കെ സർ. അർച്ചിത, ആശിഷ് ഓക്കെ ആണോ? ഏതാ? അല്ല, ചെറുതായിട്ട് മനസ്സിലായില്ല. അതെന്താ പ്രശ്നം? തമ്പിന്റെ ഏതാ? തമ്പ് പറഞ്ഞില്ലായിരുന്നു? ഒരു കാര്യം, കയ്യില് പേനയുണ്ടോ? ഉണ്ട്. പേന എടുത്തേ. പേന എടുത്ത് നിബ് മുകളിലോട്ടാക്കി പിടിച്ചേ. നിബ് മുകളിലോട്ടാക്കി പിടിച്ചേ. എന്നിട്ട് തന്നെ ഇങ്ങനെ പിടിക്കാവോ? ഇങ്ങനെ ഞാൻ ഈ പറയുന്ന പോലെ പിടിച്ചോ? അപ്പൊ തമ്പ് മുകളിലോട്ടാണ്, നിബ് മുകളിലോട്ടാണ്. നിബ് പോകുന്ന ഡയറക്ഷനിൽ കറണ്ട് പോകുന്നു. കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തമ്പ് പിടിക്കണം. ആണോ? അപ്പൊ ബാക്കിയുള്ള വിരല് ഏത് ഡയറക്ഷനിലാണ് ചുറ്റുന്നത്? ഈ ഡയറക്ഷനിലല്ലേ ചുറ്റുന്നത്? എങ്ങോട്ടാ? അതായത് അർച്ചിതയുടെ ദേഹം ഇരിക്കുന്ന സൈഡിലോട്ടല്ലേ ഇത് ചുറ്റുന്നത്? ആണോ? ആണ്. അപ്പൊ അത് ഏത് ഡയറക്ഷൻ? അങ്ങനെ ചുറ്റുവാണെങ്കിൽ, അങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ഏത് ഡയറക്ഷനാ? ഇത് ഇങ്ങനെ വെച്ച് കണ്ടോ? ഇത് ഈ ഡയറക്ഷനിലല്ലേ ചുറ്റുന്നേ? അത് എന്നെ നോക്കണ്ടോ? ഈ ഡയറക്ഷനിലല്ലേ ചുറ്റുന്നേ? അപ്പൊ അത് ഏത് ഡയറക്ഷനാ? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? നിന്റെ കൈ പേന ഇരിക്കുവോ? നീ ഇതാ തീരുമാനിക്കേണ്ടത്. അർച്ചിത, മൈക്ക് ഓൺ ആക്കിക്കേ. അർച്ചിത കേൾക്കാമോ? അർച്ചിത? പോയല്ലോ. അർച്ചിത കേൾക്കാമോ? ഹലോ അർച്ചിത. കേൾക്കാം സർ. എങ്ങോട്ടാ ഫിംഗർ കേർൽ ചെയ്യുന്നത്? ഏത് ഡയറക്ഷനിലാ? തമ്പ് മുകളിലോട്ട് പിടിക്കുമ്പോ ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ആണല്ലോ. ഫിംഗർ നേരെ, ഇനിയും ആ പേന നേരെ തിരിച്ചു പിടിച്ചേ. അപ്പൊ തമ്പ് താഴോട്ടാണോ? അപ്പൊ ഫിംഗർ കേർൽ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലോട്ടാ? ക്ലോക്ക് വൈസ്. അപ്പം
തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, കറണ്ട് പോകുന്ന ഡയറക്ഷൻ, ഫിംഗർ കേർൽ ചെയ്യുന്ന ആ ഡയറക്ഷനിൽ വെച്ച് ഫിംഗർ കേർൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും കോൺസെൻട്രിക് റിംഗ് പോലെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ റിംഗിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അതിൽ ആരോ ഇടുക, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായി സർ. ആയെങ്കിൽ ആയെന്ന് പറയാവൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ അടുത്ത കാര്യമൊന്നും മനസ്സിലാകത്തില്ല. മനസ്സിലായി. ഓക്കെ, അടുത്ത ആരാ? ആശിഷ് ഓക്കെ ആണോ? ആശിഷ് ഡീന്. ഓക്കെ സർ. ഇനോക്ക് ഓക്കെ ആണോ? ആണ് സർ, ആണ്. ഐറിൻ ഓക്കെ ആണോ? ഐറിന് കാര്യം മനസ്സിലായോ? മനസ്സിലായി സർ. ജോഹാൻ ഓക്കെ ആണോ? ഓക്കെ സർ. എലിജ ഓക്കെ ആണോ? എലിജ ഓക്കെ. ദേവനന്ദ ഓക്കെ ആണോ? ദേവനന്ദ ഓക്കെ. സായി, ദേവജിത്ത്, രോഹിത്, ഓക്കെയാണ് സാർ. റിച്ചി, റിജോ ഓക്കെയാണ് സാർ. സേറ, സിദ്ധാർത്ഥ്, അങ്കിത്, ശ്രേയ, അദ്വൈത, ഓക്കെയാണ് സാർ. ഓക്കെ. ഓക്കെ. ഇത് മനസ്സിലാകാതെ അടുത്ത ടോപ്പിക്ക് മനസ്സിലാകത്തില്ല. അടുത്ത ഹെഡിങ് എഴുതിക്കോ, എല്ലാവർക്കും എഴുതാനുള്ളത്. ഇവിടെ ഒരു പുതിയ ടോപ്പിക്കാണ്, എല്ലാവരും എഴുതിക്കോ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ്. എഴുതിക്കോ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ്. എല്ലാരും 3 ഡയമെൻഷനൽ ആയിട്ട് ഈ കാര്യം ചിന്തിച്ചോണം. ഞാൻ ഇങ്ങനെ ഒരു വരയ്ക്കല്ലേ, ഞാൻ പറഞ്ഞിട്ടേ വരയ്ക്കാവൂ. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു, ഇതും കണ്ടോ ഇങ്ങനെ ചുറ്റിനുമായിരുന്നു. അപ്പം ഒരു റിംഗേ വരച്ചോളെങ്കിൽ ഈ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ഇങ്ങനെ വരുന്നു. ഇനി കറണ്ട് താഴോട്ടാ പോകുന്നതെങ്കിൽ അപ്പോഴും ഒരു റിംഗ് വരച്ചിട്ട് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. എന്നാൽ ഞാൻ ഇനി സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ? ഞാൻ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ വളച്ച് കോയിലാക്കാൻ പോവാ, ഒരു റിംഗ് ആക്കാൻ പോവാ. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളിനെ ഞാൻ ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ആക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങളൊരു ബാർ മാഗ്നറ്റ് നിങ്ങൾ വരച്ചപ്പോൾ അതിന്റെ നോർത്ത് പോൾ ഇവിടെയായിരുന്നു, സൗത്ത് പോൾ ഇവിടെയായിരുന്നു, ആണോ? നോർത്ത് പോളിൽ നിന്ന് പുറത്തേക്കായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നത്, ആണോ? സൗത്ത് പോളിന്റെ ഉള്ളിലേക്കായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് കയറി വരുന്നുണ്ടായിരുന്നത്, ആണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലേ? അപ്പൊ എപ്പോഴും മനസ്സിലാക്കണം, നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്, സൗത്ത് പോളിന്റെ ഉള്ളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കയറി വരുവാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചോണം. കാരണം ഇവിടെ കോയിൽ ബാർ മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഞാൻ ഒരു പേസ്റ്റ് ബോർഡ് പെട്ടി ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കാം. ഇതൊരു പേസ്റ്റ് ബോർഡ് പെട്ടിയാണ്. ഇതൊരു പേസ്റ്റ് ബോർഡ്, 3 ഡയമെൻഷനൽ ആയിട്ട് ചിന്തിക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ബാറ്ററി വെച്ചിരിക്കുകയാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, വലുത് പോസിറ്റീവ്, ചെറുത് നെഗറ്റീവ്. ഞാൻ ഈ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ട് എടുത്തു, നെഗറ്റീവിൽ നിന്ന് ഒരു കണക്ഷൻ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ഞാൻ നേരത്തെ എ ബി എന്ന് പറയുന്ന കണ്ടക്ടർ ആയിരുന്നു അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, ഓർക്കുന്നുണ്ടോ? എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിനെ ഞാൻ ഇങ്ങനെ വളച്ച് ഇങ്ങനെ ആക്കുക. ഓക്കെ, അപ്പൊ എ ഇവിടെയും ബി ഇവിടെയും. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ ആ എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിനെ ഞാൻ ഇങ്ങനെ വളച്ച്, എ ബി ഇതിന്റെ ബാക്കി ഭാഗം താഴെയാണ്, ഞാൻ ഇവിടെ ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുക. കണ്ടോ, എ ബി എന്ന് പറയുന്ന ആളിനെ ഞാൻ ഇങ്ങനെ ഇവിടെ വളച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഞാനിങ്ങനെ കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കാം, നോക്കിയോ. എ ബി എന്ന് പറയുന്ന ആളിനെ ഞാൻ പറഞ്ഞിട്ടേ വരയ്ക്കാവേ. എ ബി എന്ന് പറയുന്ന ആളിനെ ഞാൻ ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുക, കണ്ടോ. അപ്പൊ ഇത് എ, ഇത് ബി അല്ലേ? ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണോ സായി? എയും ബിയും വളച്ചു വെച്ചാൽ ഇങ്ങനെയാണോ വരുന്നേ? ആണ്. എന്നിട്ട് ഞാൻ ആ പേസ്റ്റ് ബോർഡ് വെട്ടിക്കകത്തൂടെ കിഴിച്ച് ആ എ സൈഡ് കുറച്ച് താഴോട്ടിറക്കി, ബി സൈഡും താഴോട്ടിറക്കി, കുറച്ച് കിഴിച്ചിറക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷൻ ഉണ്ടല്ലോ, ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷൻ ഞാൻ ആ എയുടെ അറ്റത്തും ബിയുടെ അറ്റത്തും കൊണ്ട് കണക്ട് ചെയ്തു. ഇവിടെ ഒരു കീ ഉണ്ട്, കീയും കൂടെ ഞാൻ കൊടുക്കുവാണ്. ഞാൻ ഒരു കീയും കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു കീ ഉണ്ട്,
കീയും കൂടെ കണക്ട് ചെയ്യണം. എല്ലാവരും ശ്രദ്ധിച്ചോണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നോക്കിക്കോളൂ. ഇങ്ങനെ, അതായത് ഈ ബാറ്ററിയുടെ അറ്റത്തുനിന്ന് ഒരു വയർ കണക്ഷൻ എടുത്തിട്ട് ഞാൻ ഇതിന്റെ ഇപ്പം അടിയിൽ ഞാൻ കണക്ട് ചെയ്യുന്നത്, കാരണം അടിയിൽ കൂടെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവിടെ വരയ്ക്കുന്നില്ല കേട്ടോ. അടിയിൽ കൂടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പേസ്റ്റ് ബോർഡ് വെട്ടിയുടെ അടിയിൽ കൂടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബിയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. സായിയോടാണ് ചോദ്യം. സായി ഇവിടെ ഉണ്ടോ? സായിയോട് ചോദ്യം ചോദിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരോടും ചോദ്യം ചോദിക്കുന്ന പോലെയാണ് നിങ്ങൾ മനസ്സിൽ പറഞ്ഞോണം. ഓക്കെ. ഞാൻ ഇവിടെ കീ കൊടുത്തു. കീ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുമല്ലോ സായി? കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഞാൻ വരയ്ക്കേണ്ടത്? പറഞ്ഞോ. കറണ്ടിന്റെ ഡയറക്ഷൻ ഞാൻ എങ്ങനെ വരയ്ക്കണം? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് വരയ്ക്കണം. ആണോ? അപ്പൊ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് വരുമ്പോൾ ഞാൻ ആരോ ഇടേണ്ടത് ആ കോയിൽ, ആ വളഞ്ഞിരിക്കുന്ന കോയിൽ ആരോ ഇടേണ്ടത് എങ്ങോട്ടേക്കായിരിക്കണം? പറയാമോ? ആ വളഞ്ഞിരിക്കുന്ന കോയിലിൽ ഞാൻ ആരോ ഇടേണ്ടത് എങ്ങോട്ടേക്കായിരിക്കണം എന്നാ? എ ടു ബി ഇടണോ അതോ ബി ടു എ ഇടണോ? ആരോ ഹെഡ്. സായി പറഞ്ഞു. സായി ഇവിടെ ഉണ്ടോ? എ ടു ബി. കാരണം നോക്കിയേ, ഇവിടെ എല്ലാരും ശ്രദ്ധിച്ചു. കറണ്ട് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പോസിറ്റീവിന് ഇങ്ങനെ വന്ന് ഇതിന്റെ അടിയിൽ കൂടെ വന്ന് ഇതുവഴി ഇങ്ങനെ കയറുക കറണ്ട്. കണ്ടോ? കറണ്ട് ഇങ്ങനെ കയറി ഈ ഡയറക്ഷനിലാണ് കറണ്ട് സഞ്ചരിക്കുന്നത്. ആണോ സായി? ഓക്കെ. അപ്പം ഈ ഡയറക്ഷനിൽ കൂടെ കറണ്ട് സഞ്ചരിക്കുവാണ്. ഇതിങ്ങനെ സഞ്ചരിച്ച് ഈ ബാറ്ററിയുടെ കണ്ടോ അപ്പുറത്തെ കണക്റ്റിംഗ് വയറിൽ കൂടെ വന്നിട്ട് ആ കീയിനകത്തൂടെ കയറി അത് നെഗറ്റീവ് ടെർമിനൽ വന്ന് കംപ്ലീറ്റ് ആവും. സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആവും. ആണോ സായി? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിനും ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നല്ലേ പഠിച്ചിട്ടുള്ളേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടൊക്കെയാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്? ഈ കോയിലില് നോക്കിയേ, ഇവിടെ കോൺസെൻട്രിക് റിംഗ് കുറെ ഉണ്ടാകത്തില്ലേ? ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോൺസെൻട്രിക് ഉണ്ടാകത്തില്ലേ? ഇവിടെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറെ കോൺസെൻട്രിക് ഉണ്ടാകത്തില്ലേ? ഇവിടെ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോൺസെൻട്രിക്. എവിടെ നിങ്ങൾ എടുത്താലും അവിടെ എല്ലാം എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റിനും ഉണ്ടാകത്തില്ലേ? ഉണ്ടാവുമോ സായി? ഉണ്ടാവും. കാരണം വളച്ചു വെച്ചിരിക്കുമ്പോൾ എല്ലാ പോയിന്റിൽ കൂടെ കറണ്ട് പോകുന്നതുകൊണ്ട് എല്ലാ പോയിന്റിലും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആണോ? അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ്, അതായത് ഈ കണക്ട് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ ആ പേസ് ബോർഡ് വെട്ടിയിലോട്ട് തന്നെ ഞാൻ വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ കോയിലായിട്ട് വരയ്ക്കാനുണ്ടോ? ഒരു റിങ് ഇങ്ങനെ വരയ്ക്കുന്നു. അടുത്ത റിങ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. അടുത്ത റിങ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. കഴിഞ്ഞു. ഓക്കെ. ഞാൻ ഈ പോയിന്റിനെ വരയ്ക്കുന്നത്. അതേപോലെ ഞാൻ ഈ പോയിന്റിനെ വരയ്ക്കാൻ പോവാണ്. മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രിക് ആയിരിക്കുമല്ലോ. അപ്പൊ ആ പേസ് ബോർഡ് വെട്ടിയിലോട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ പേസ് ബോർഡ് വെട്ടി ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കുമോ മാഗ്നറ്റിക് ഫീൽഡിന്റെ കോൺസെൻട്രിക് സർക്കിൾ? ഇങ്ങനെ ആയിരിക്കുമോ? ആണോ സായി? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ എ എന്ന് പറയുന്ന ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റിന് ചുറ്റിനുമുള്ള റിംഗിൽ എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക? ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ? അപ്പൊ ഇവിടെ തമ്പ് റൂൾ ഉപയോഗിക്കണം. നോക്കിയേ, ഇവിടെ തമ്പ് കൊണ്ട് മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വിരല് ഈ വയറിന്റെ ഫ്രണ്ടിൽ കൂടെ അല്ലേ വരുന്നത് സായി? അപ്പം ഏത് ഡയറക്ഷനിലാണ് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ്? ഏടാ ഭാഗത്ത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. മനസ്സിലാകാത്തവര് ചോദിക്കണം കേട്ടോ. ഈ ഡയറക്ഷനിലല്ലേ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്? ആണോ മക്കളെ? ആണോ സായി? ആണ്. ഇനി ഈ കറണ്ട് ഇങ്ങനെ തിരിഞ്ഞ് ബി വരുമ്പോ നിങ്ങൾ ഫിംഗർ എങ്ങനെ പിടിക്കണം? തമ്പ് എങ്ങനെ പിടിക്കണം? ഇവിടെ തമ്പ് മുകളിലോട്ടാ പിടിച്ചത്. ഇങ്ങനെ തമ്പ് മുകളിലോട്ടാ, കാരണം കറണ്ട് ഡയറക്ഷൻ മുകളിലോട്ടാ. എന്നാൽ ഇവിടെയോ? ഇവിടെ വരുമ്പോ കറണ്ട് ഡയറക്ഷൻ എങ്ങനെ പിടിക്കണം? തമ്പിന്റെ ഡയറക്ഷൻ എങ്ങനെ പിടിക്കണം? താഴോട്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നോക്കിക്കോ. അതായത് തമ്പ് ഇങ്ങനെ പിടിക്കുകയാണ്. ഇതാണ് നമ്മുടെ തമ്പ്. ഇത് തമ്പ്. ബാക്കിയുള്ള വിരലുകൾ ഇങ്ങനെ ആ കണ്ടക്ടറിനെ ചുറ്റി ഇങ്ങനല്ലേ വരിക? ആണോ സായി? അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഞാൻ എങ്ങനെ ഇടണം?
ക്ലോക്ക് വൈസ്. ആ ക്ലോക്ക് വൈസ് ഇതേണ്ട ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഞാൻ ബ്ലാക്ക് വെച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണോ? അതിനർത്ഥം ഇനി ഈ പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുവാണെങ്കിലോ, തമ്പ് റൂൾ വെച്ചിട്ട് ഞാൻ ഒറ്റ സർക്കിൾ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇങ്ങനെയാണോ സായി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ? ഈ പോയിന്റ് എടുക്കുവാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണോ സായി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ? ഈ പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെയാണോ സായി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ? ഈ പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുവാണെങ്കിൽ തമ്പ് റൂൾ വെച്ചിട്ട് ഇങ്ങനെയാണോ സായി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ? ഈ പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുവാണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയാണോ? അതിനർത്ഥം നിങ്ങൾ ഒരു കോയിലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കറണ്ട് ഡയറക്ഷൻ ഈ കോയിൽ കൂടെ എങ്ങനെയാ പോകുന്നത്? കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? കറണ്ട് ഇങ്ങനെയല്ലേടാ പോകുന്നത്? കറണ്ടിന്റെ ഡയറക്ഷൻ അപ്പൊ എന്താ? ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്ന കേസാണ് നമ്മളിപ്പോ വരച്ചിരിക്കുന്നത്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വരച്ചിരിക്കുന്നത് ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോയിലിനകത്തൂടെ നമുക്ക് മൊത്തത്തിൽ ഒരു കാര്യം പറയാം. ഈ കോയിലിനകത്തൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ ലൂപ്പ് വരയ്ക്കുവാണെങ്കിലും ഈ ലൂപ്പിന്റെ എല്ലാം വന്നിട്ട് ഈ സെന്റർ നോക്കിയേ, ഇവിടത്തെ കോൺസെൻട്രിക് റിംഗ് എല്ലാം വന്നു കഴിഞ്ഞാൽ എവിടെ വന്ന് മീറ്റ് ചെയ്യും? ഈ സെന്ററിൽ വന്ന് മീറ്റ് ചെയ്യും. നോക്കിയേ, ഇവിടെ എല്ലാം വന്ന് സെന്ററിൽ വന്ന് മീറ്റ് ചെയ്യും. ഇത് വരച്ചാലും സെന്ററിൽ വന്ന് മീറ്റ് ചെയ്യും. ഇത് വരച്ചാലും സെന്ററിൽ മീറ്റ് ചെയ്യും. ഇത് വരച്ചാലും കണ്ടോ സെന്ററിൽ വന്ന് മീറ്റ്. അപ്പൊ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ ഡയറക്ഷനിലും ആയിരിക്കും. അത് വളരെ സ്ട്രോങ്ങും ആയിരിക്കും. ശരിയല്ലേ? കാരണം എല്ലാം സെന്ററിൽ വരുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ പോയിന്റിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് സെന്ററിൽ വരുമ്പോഴത്തേക്കും ഒരേ ഡയറക്ഷനിലാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ടാണ് വരുന്നത് ആണോ? അതായത് അകത്തേക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് ആണോടെ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു കണ്ടക്ടറിനകത്തൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ അതുമൂലം അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം അതിന്റെ അകത്തോട്ടായിരിക്കും. അകത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോവുകയാണെങ്കിൽ ബാർ മാഗ്നറ്റിന്റെ ഏത് സൈഡിൽ കൂടെ അകത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കടന്നു വരുന്നത്? അപ്പം ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന കോയിലിന്റെ ഈ സൈഡ്, അപ്പൊ ഈ വരച്ചിരിക്കുന്ന കോയിൽ ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. അതിൽ നമ്മളെ നോക്കി നിൽക്കുന്ന ഫേസ് സൗത്ത് പോൾ ആയിട്ട് മാറും. അപ്പൊ അപ്പുറത്തെ സൈഡ് എന്തായിട്ട് മാറും? ഈ സായി ഇപ്പൊ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇത് നോക്കുന്നതുകൊണ്ടാണ് സൗത്ത് പോള്. അപ്പുറത്ത് നോക്കുമ്പോഴോ, അപ്പുറത്ത് നോക്കുമ്പോൾ സൈഡ് നോർത്ത് പോൾ ആയിട്ട് മാറും. മനസ്സിലായോ? ഇതാണ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് മനസ്സിലാകാതെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് ഒരു രക്ഷയുമില്ല. വളരെ പാടായിരിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ നോക്കി. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം ഈ കാര്യം. ഈ പടം വരയ്ക്കണം. ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന പടം വരയ്ക്കണം വിത്ത് എല്ലാ കാര്യങ്ങളും. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ വരച്ചു വേണേ കാണിക്കാം. ആർക്ക് എല്ലാം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്ന എല്ലാവരോടും ഒന്നുകൂടെ ചോദിക്കാം. വിഷ്ണു ഓക്കെ ആണോ? വിഷ്ണു ഈ പറഞ്ഞ കാര്യം വിഷ്ണു കേട്ടില്ല. അദ്വൈത് ഓക്കെ. ശ്രേയ Okay. അങ്കിത് സിദ്ധാർത്ഥ് സേറ Yes, sir. ഓക്കെ. റിജോ റിച്ചി രോഹിത് ദേവനന്ദ എലീജ ദേവജിത്ത് ജോഹാൻ ഐറിന് എനോക്ക് ഡീന് ആശിഷ് അർച്ചിതയോട് പ്രത്യേകം ചോദിക്കുക. അർച്ചിതയ്ക്ക് ഓക്കെ ആണോ? Okay, sir. ഓക്കെ. അക്ഷിത അഭിനീത് Okay, sir. ഏബല് ആരവ് ഓക്കെ. ഫൈൻ. ഓക്കെ. അപ്പൊ ഈ പടം നിങ്ങൾ ഒന്ന് വരച്ചേര്. ഇത് ഇതേപോലെ തന്നെ വരച്ചോ. എന്നിട്ട് നിങ്ങൾ രണ്ട് കാര്യം നേടി ഈ സൈഡിൽ ഒന്ന് വരയ്ക്കണം. ഇതിന്റെ തൊട്ട് സൈഡില് നിങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം ഈ പടം ഒന്ന് വരയ്ക്കും. ഈ പടം വരച്ചതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. പെട്ടെന്ന് ആയിക്കോട്ടെ. സർ ലാസ്റ്റ് പറഞ്ഞ ഒന്ന് പറയാവോ? ഏതാ? സൗത്ത് എന്ന് പറഞ്ഞു. സൗത്ത് എന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്നറിയാമോ? ഇപ്പം ഈ കോയിലിനകത്തൂടെ ഏത് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്? ആരോ നോക്കി. കോയിലിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ആരോ നോക്കി.
ഇങ്ങനെയല്ലേ പോകുന്നേ? ആണ് സർ. അത് ഏത് ഡയറക്ഷനാ? ക്ലോക്ക് വൈസ്. ഓക്കെ. അപ്പൊ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ? ഓരോ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോയിലിന്റെ അകത്തേക്കല്ലേ പോയിന്റ് ചെയ്യുന്നത്? ആണ് സർ. അല്ലെ, അങ്ങനല്ലേ നമ്മൾ വരച്ചിരിക്കുന്നത്? കണ്ടോ, ഇതും അകത്തേക്കാണ്, ഇതും അകത്തേക്കാണ്, ഇതും അകത്തേക്കാണ്, ഈ ഭാഗത്തും 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 അകത്തേക്ക്, എല്ലാ ഭാഗത്തും അകത്തേക്കാണ്. ആണോ? ആണ്. അപ്പം നമുക്ക് മനസ്സിലായി, നീ ഈ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് കയറുന്ന ഫീൽ. നീ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് ഇറങ്ങുന്ന പോലെ നിനക്ക് ഫീൽ ചെയ്യുന്നത്? പുറത്ത്. പുറത്തേക്ക്. നമ്മൾ ബാർ മാഗ്നറ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ ഏത് സൈഡിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് ഇറങ്ങുന്നത്? നോർത്ത്. ഏത് സൈഡിലാണ് അകത്തേക്ക് കയറുന്നത്? സൗത്ത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ബാർ മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുമല്ലേ ചെയ്യുന്നത്? ആണ് സർ. മനസ്സിലായോ? കാരണം ഈ സൈഡിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് കയറി പോവാണ്, അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി നോക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ അകത്തേക്ക് കയറുവാണെങ്കിൽ ആ സൈഡ് സൗത്ത് പോൾ ആണ്, പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ സൈഡ് നോർത്ത് പോൾ ആണ്. അത് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുമ്പോൾ നമ്മൾ നോക്കുന്ന ഫേസ് സൗത്തും അപ്പുറത്ത് നോർത്ത് ആവും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒരു കോയിൽ കൂടെ കറണ്ട് ഒഴുകുന്നതെങ്കിൽ നമ്മൾ നോക്കുന്ന സൈഡ് നോർത്തും അപ്പുറത്തെ സൈഡ് സൗത്തും ആവും. അതിനൊരു ട്രിക്ക് ഉണ്ട്, ഓർത്ത് വെക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞുതരാം. തൽക്കാലം ഇത് വരച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സർക്കുലർ ലൂപ്പ്, കറണ്ട് ക്യാരിങ് ലൂപ്പ് ബാർ മാഗ്നറ്റ് പോലെ തന്നെ ആക്ട് ചെയ്യും, ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. ബാർ മാഗ്നറ്റ് നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള പോലെ തന്നെ ഒരു ലൂപ്പ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുത്തിട്ട് നിങ്ങൾ അതിനെ വളച്ചിട്ട് ഒരു ലൂപ്പ് ആക്കിയിട്ട് അതിനകത്തൂടെ കറണ്ട് കടത്തി വിട്ടു കഴിഞ്ഞാൽ അത് ബാർ മാഗ്നറ്റ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. വരച്ചോ, ഈ പടം വരച്ചോ അതെ. ഓക്കെ. അപ്പം ഈ പടം വരച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ താഴോട്ട് എഴുതേണ്ട 2-3 കാര്യങ്ങൾ പറയാം, എഴുതിക്കോളൂ. ഒരു ഡോട്ട് ഇട്ട് എഴുതുക, ഒരു ഡോട്ട് ഇട്ട് എഴുതുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് produced by a current carrying circular loop at its center is ഒന്നെന്ന് എഴുതിയിട്ട് directly proportional to സർ ഈ ക്യാരിങ് കഴിഞ്ഞെന്ന് എഴുതിയേക്കുന്നത് magnitude of magnetic field produced by a current carrying circular loop എന്ന് പറയുമ്പോൾ വട്ടത്തിലുള്ള ലൂപ്പ്. ഓക്കെ ഓക്കെ. Loop at its center is directly proportional to the current passing through the circular loop. രണ്ടെന്ന് എഴുതിയിട്ട്
inversely proportional to inversely proportional to proportional to proportional to proportional to the radius of radius of circular loop എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു സർക്കുലർ ലൂപ്പ് മുഖാന്തരം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് അനുഭവപ്പെടുന്നത് സെന്ററിലാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു സർക്കുലർ ഇത് വരച്ച് കാണിക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. എഴുതുന്നവരെല്ലാം ശ്രദ്ധിക്കണം. ഞാൻ ഇതുവഴി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് കടത്തി വിടുവാന്ന് വിചാരിച്ചു. അപ്പൊ ഉറപ്പായിട്ടും ഇതിനകത്ത് എന്തുണ്ടാവും? ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്? കണ്ടോ, ഇപ്പൊ ഒരു ലൂപ്പ് വരയ്ക്കുവാണെങ്കിൽ കണ്ടോ, ഇങ്ങനെയായിരിക്കും അകത്തോട്ട് മാഗ്നറ്റിക് ഫീൽഡ്. തമ്പ് റൂൾ വെച്ചിട്ട് ഇങ്ങനെയായിരിക്കും. അടുത്ത സർക്കുലർ ആ പോയിന്റിലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുവാണെങ്കിൽ അകത്തോട്ട്, ആ പോയിന്റിലെ തന്നെ അടുത്ത വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ, ആ പോയിന്റിലെ തന്നെ അടുത്ത വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ, ആ പോയിന്റിലെ തന്നെ അടുത്തത് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ, അല്ലേ? ഇനി ഈ പോയിന്റിലെ വരച്ചാലോ, ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വരച്ചു കഴിഞ്ഞാൽ തമ്പ് റൂൾ വെച്ചിട്ട് തമ്പ് താഴോട്ടാണെങ്കിൽ കണ്ടോ, ഫസ്റ്റ് ഇതിങ്ങനെ സർക്കുലറിന്റെ അടുത്തത് ഇങ്ങനെ, അടുത്തതിങ്ങനെ, അടുത്തതിങ്ങനെ, അടുത്തതിന്റെ ഇങ്ങനെ, അടുത്തതിന്റെ ഇങ്ങനെ, അല്ലേ? ഇനി ഈ പോയിന്റ് വരയ്ക്കുവാണെങ്കിലും കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, കണ്ടോ, ഇങ്ങനെ പകുതിയെ വരയ്ക്കുന്നുള്ളൂ. അടുത്ത വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, കണ്ടോ, ഇങ്ങനെ. അടുത്ത ഈ പോയിന്റ് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഈ പോയിന്റ് വരയ്ക്കുവാണെങ്കിലോ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇത് വരയ്ക്കാനുള്ളതല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നേ. കണ്ടോ, ഇങ്ങനെ വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏത് പോയിന്റ് എടുത്താലും സെന്ററിൽ ഇവരെല്ലാം കൂടെ ജോയിൻ ചെയ്യുക ചെയ്യുന്നത്. സെന്ററിൽ കൂടെ, അതായത് ഇവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യത്തില്ല ഒരിക്കലും, പക്ഷെ സെന്ററിൽ ഇവരെല്ലാം ഏറ്റവും അടുത്ത് വരുന്നത് സെന്ററിൽ ആയതുകൊണ്ട് ഒരു സർക്കുലർ ലൂപ്പ് മുഖാന്തരമുള്ള മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ സെന്ററിലായിരിക്കും അനുഭവപ്പെടുക. പുറത്തേക്കാട്ടിലും ഇവിടെയൊക്കെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിനെക്കാട്ടിലും ഏറ്റവും സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടുന്നത് സെന്ററിലായിരിക്കും. ഓക്കെ, അതാണ് ഇവർ ഇവിടെ പറയുന്നത്. Magnitude of magnetic field produced by current carrying circular loop at its center is directly proportional to current. അതായത് ഈ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായത് നിങ്ങൾ ഒരു 5 ആംപിയർ കറണ്ട് ആണ് ഇതുവഴി ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും സെന്ററിൽ വരുന്നത്. എന്നാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കത്തില്ല ഒരു 100 ആംപിയർ കറണ്ട് അതുവഴി കടത്തിയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടും സെന്ററിലുള്ള. അതേപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്, അതായത് ഈ കോയിലില് ഈ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് പോലെ ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ സൈസ് വലിയ കോയിൽ ഈ കോയിലിന് സെന്ററിൽ ഉണ്ടാക്കുന്നത്. അതായത് ഇതുവഴി 5 ആംപിയർ കറണ്ട് കടത്തി വിടുന്നത്, അതിനനുസരിച്ച് ഇവിടെ ഒരു 2 ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ കോയിലും 5 ആംപിയർ കറണ്ട് തന്നെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കടത്തി വിടുന്നത്. പക്ഷേ ഇതിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചിലപ്പോൾ ഒരു 0.5 ടെസ്ലയെ കാണത്തുള്ളൂ. കാരണം കണ്ടോ, റേഡിയസ് കൂടി, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആ സെന്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റ് കുറയും. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദ സർക്കുലർ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊവൈഡഡ് സെയിം കറണ്ട് കടത്തിവിടുന്ന കേസാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇപ്പോഴും ആലോചിച്ചോണം, ആ കാര്യം ആലോചിച്ചോണം. അതിന്റെ രണ്ട് കൺസെപ്റ്റ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ഇനി അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം കൂടി എഴുതാം. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം, നോക്കിക്കോളൂ. എ കറണ്ട് carrying circular loop behaves like a thin bar magnet. Disk magnet എന്നും പറയും കേട്ടോ. Disk magnet whose one face is north pole and other face is south pole. നമ്മളിപ്പോ പറഞ്ഞല്ലോ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു സൗത്ത് പോൾ എങ്ങനെയാവുന്നത് എന്നുള്ള കാര്യം. ഇനി ഈ റൂളിന് പറയുന്ന പേര്, this rule is known as clock face rule. ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്തൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതുകൊണ്ടുള്ളതാണ് ഞാൻ ഇങ്ങനെ തന്നിരിക്കുന്നത്. ക്ലോക്ക് ഫേസ് റൂൾ.
ഈ റൂളിന്, അതായത് കറണ്ട് ഒരു സർക്കുലർ ലൂപ്പിനകത്തൂടെ ക്ലോക്ക് വൈസിലോ ആന്റി ക്ലോക്ക് വൈസിലോ കറങ്ങുന്ന സമയത്ത് ഒരു സൈഡ് അതൊരു ബാർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബാർ മാഗ്നറ്റ് നോർത്തും സൗത്തും ഉള്ള പോലെ തന്നെ ഈ സർക്കുലർ ലൂപ്പിനും നോർത്ത് പോളും സൗത്ത് പോളും ഡെവലപ്പ് ചെയ്യും. ഈ റൂളിനെ പറയുന്നവരാണ് ക്ലോക്ക് ഫേസ് റൂൾ. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടം ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ബാർ മാഗ്നറ്റ് ജസ്റ്റ് റഫ് ആയിട്ട് വരയ്ക്കുന്നു. നോർത്ത് സൗത്ത്. നോർത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ട് ഒന്ന് വരയ്ക്കുക. സൗത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നതായിട്ട് വരയ്ക്കുക. ഓക്കെ, എന്നാൽ രണ്ട് കോയിൽ തന്നെ ഇങ്ങനെ നേരത്തെ പോലെ ഇനി വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കണ്ട. ഞാൻ ഇങ്ങനെ ഒരു കോയിൽ വരയ്ക്കുന്നു. ഈ കോയിലിന്റെ ഒരറ്റത്ത് ബാറ്ററിയുടെ പോസിറ്റീവും മറ്റേ അറ്റത്ത് ബാറ്ററിയുടെ നെഗറ്റീവും കീയുടെ സഹായത്തോടുകൂടി കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് എ സൈഡും ഇത് ബി സൈഡും ആണെന്ന് വിചാരിച്ചാൽ മതി. എ സൈഡും ബി സൈഡും. ഓക്കെ, ഇപ്പൊ കീ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് പോകുന്നത്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുമ്പോൾ നമ്മൾ നോക്കുന്ന ഫേസ് സൗത്ത് പോൾ ആണെന്ന് പറഞ്ഞു. അത് റൂൾ. പക്ഷെ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഒരു കാര്യമുണ്ട്. എസ് എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തിട്ട് ആ എസ് എന്ന് പറയുന്ന ലെറ്ററിന്റെ അറ്റത്ത് 2 ആരോ ഇട്ടാൽ മതി. ഇപ്പൊ ഈ ആരോ ഏത് ഡയറക്ഷനിലാ കണ്ടോ, ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഈ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് അല്ലേ. അപ്പൊ മനസ്സിലായിക്കോണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ കോയിലിന്റെ നമ്മൾ കാണുന്ന ഫേസ് സൗത്ത് പോൾ ആയിരിക്കും. അതാണ് എസും ആരോയും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തമ്പ് റൂളൊന്നും പെട്ടെന്ന് വെച്ച് നോക്കാൻ പോകണ്ട. അതേപോലെ തന്നെ ഈ സെയിം സാധനം തന്നെ ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് കടത്തി വിടാൻ പോവാം. നോക്കിയോ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ലൂപ്പിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അപ്പൊ ബാറ്ററി നേരെ തിരിച്ചാൽ മതി. ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആക്കിയാൽ മതി. കീ ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കുക. ഇവിടെ കൊടുത്താലും കുഴപ്പമില്ല. നെഗറ്റീവ് പോസിറ്റീവ് കണ്ടോ, ഇങ്ങനെ വരുന്നു. കണ്ടോ, ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് കണ്ടോ, ആന്റി ക്ലോക്ക് വൈസില. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കുമ്പോൾ നോർത്ത് പോൾ ആയിരിക്കും. അത് ഓർക്കാൻ വേണ്ടി എൻ എന്ന് പറയുന്ന ലെറ്റർ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് എന്നിന്റെ അറ്റത്ത് ഒരു ആരോ ഇട്ട് നോക്കി. അപ്പൊ ആ എൻ ഏത് ഡയറക്ഷനിലായിരിക്കും കണ്ടോ, ഇങ്ങനെ വന്ന് കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. അപ്പൊ അത് ഓർക്കാൻ എളുപ്പമാണ്. അപ്പൊ എന്നിന്റെ അറ്റത്ത് ആരോ ഇട്ട് കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു, എൻ നോർത്ത് പോളിനെ സൂചിപ്പിക്കുന്നു. അതായത് കറണ്ട് ഒരു കോയിലിനകത്തൂടെ ക്ലോക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ കാണുന്ന ഫേസ്, നമ്മൾ കാണുന്ന ഫേസ് നോർത്ത് പോൾ ആയിരിക്കും എന്നുള്ളതായിട്ട് മനസ്സിലാക്കുക. സർ റൂളിന്റെ പേരെന്തായിരുന്നു? ഏതാ റൂളിന്റെ പേര്? ക്ലോക്ക് ഫേസ് റൂൾ. ക്ലോക്ക് ഫേസ് റൂൾ. ഇത് നമ്മൾ ഒറ്റ കോയിലിന്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഈ കോയിൽ ഒരു 10,000 കോയിൽ ഇങ്ങനെ വട്ടത്തി ചുറ്റി പോയി കഴിഞ്ഞാൽ ഇത് സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് മാറും. അപ്പം നമുക്കറിയാം ഒരു കോയിലിന്റെ നടുക്കുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് തന്നെ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ 10,000 കോയിലിനെ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആയിരിക്കും. ആ ഫീൽഡ് വെച്ചിട്ട് നമുക്ക് ഒരു ഇരുമ്പായിട്ടുള്ള മെറ്റീരിയലിനെയൊക്കെ മാഗ്നറ്റ് ആക്കി, അല്ലെങ്കിൽ അയൺ ആൻഡിക്സ് എന്താണ് അതായത് അയൺ കണ്ടന്റ് ഒക്കെ ഉള്ള മെറ്റീരിയൽസിനെ നമുക്ക് മാഗ്നറ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. മെറ്റലുകളെയൊക്കെ നമുക്ക് മാഗ്നറ്റിസം മാഗ്നറ്റിക് പ്രോപ്പർട്ടി അത്യാവശ്യം കാണിക്കുന്ന ആൾക്കാരെ എല്ലാം നമുക്ക് മാഗ്നറ്റ് ആക്കി എടുക്കാൻ പറ്റും അങ്ങനെയുള്ള സോളിനോയിഡിന്റെ ഇടയിലോട്ട് വെച്ചാൽ. അപ്പം അടുത്ത ടോപ്പിക്ക് നമ്മൾ സോളിനോയിഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ അത് ഇന്ന് പഠിപ്പിക്കുന്നില്ല, അടുത്ത ക്ലാസ് പഠിപ്പിക്കാം. സോളിനോയിഡും പിന്നെ നമുക്ക് ഇനി പഠിക്കാനായിട്ട് ഒരു ഞാൻ പെരുക്കിയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണം എന്നുള്ളതുകൊണ്ട് ഇത് ഈ ചാപ്റ്ററിനകത്തു നിന്ന് ഈ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ചോദിക്കുന്നത്. കാണാപ്പാടം പഠിച്ചിരുന്ന സാധനം ചോദിക്കില്ല. അപ്പൊ അതുകൊണ്ടും ഞാൻ അങ്ങനെ ഇച്ചിരി സമയമെടുത്താണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. നമുക്കൊരു 2 ക്ലാസ് കൂടെ വേണ്ടി വരുമായിരിക്കും ഇത് തീർക്കാനായിട്ട്. എന്തായാലും ഇനി അങ്ങനെ നോക്കാം. ഈ സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് പോകുമ്പോ ഓരോ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് കാണിച്ചില്ലായിരുന്നു. പിന്നെ ഓരോ പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ആ പോയിന്റ് ഇൻഫിനിറ്റ് അല്ലേ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്. അതായത് കോയിലുണ്ടെങ്കിൽ എല്ലാം കറണ്ട് പോകുന്നില്ലേ. അപ്പൊ നീ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിനക്ക് കോൺസെൻട്രിക് റിങ്സ് കുറെ വരയ്ക്കാം. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ
പോയിന്റിലും നിനക്ക് ഈ പോയിന്റ് ഇടുന്ന പോയിന്റ് എല്ലാം എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ട് ചുറ്റിനും വരയ്ക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നീ മനസ്സിലായോ? എത്ര പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് എണ്ണി എടുക്കാൻ പറ്റത്തില്ല. അതിന്റെ പെരിമീറ്റർ അനുസരിച്ച് നിനക്കറിയാൻ എത്ര പോയിന്റ് കൺസിഡർ ചെയ്യാൻ പറ്റുമോ അത്രയും പോയിന്റിന് ചുറ്റും നിനക്ക് കോൺസെൻട്രിക് റിങ്ങില് മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഈ ആ പോയിന്റുകളുടെ എല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ അതെല്ലാം വന്ന് ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്നത് ഇതിന്റെ സെൻട്രൽ ആയതുകൊണ്ടാണ് ഇതിന്റെ സെൻട്രൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായടാ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്താം. അടുത്തത് എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സോളിനോയിഡ്. ഇന്ന് പഠിപ്പിച്ചാൽ തീരത്തില്ല. അപ്പം ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ സോളിനോയിഡ് ഒക്കെ നമുക്ക് പടപടാന്ന് പഠിച്ചു പോവാം. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് റെഡിയാക്കുക. നാളെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവുമേ, ഫിസിക്സ് തന്നെയാണ്. എന്നാ ഇങ്ങനെ നിർത്താം.